നമ്മളെ നാട്ടിൽ നാളെ പൂരം ചെയ്തുകൊണ്ടിട്ട് നമ്മളെല്ലാവരും കൂടെ കാസർഗോഡേക്ക് നമ്മളിപ്പോൾ എറണാകുളത്താണ് ഉണ്ടല്ലോ, കാസർഗോഡ് വന്നു. ഇതാ ഇവിടെ അച്ഛനും മോനും കൂടെ ഇവിടെ ഇതാ കോവയ്ക്ക വറക്കണം കേട്ടോ രാത്രിയിലത്തേക്ക്. ഞാൻ കോവയ്ക്ക കണ്ടപ്പോൾ എനിക്ക് കോവയ്ക്ക തിന്നാൻ തോന്നി. പിന്നെ നിച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്, അപ്പം അങ്ങനെ കോവയ്ക്ക ഇപ്പം ഇത്ര പറിച്ചു. ഇന്ന 3/4 ഭാഗം ഞാൻ പറിച്ചാണ് ഗൈസ്. ഉണ്ണിയേട്ടൻ വന്നിപ്പോൾ 2-3 പറിച്ചിട്ടിട്ടുണ്ട്. ഇനി ബാക്കി പറിക്കാനുണ്ട്. ഇതാ നിറയെ ഉണ്ട് കോവയ്ക്ക, നിറയെ ഉണ്ട്. യെസ് പുക ഗൈസ് നോക്ക്, അതാ കാണുന്നില്ല, അത് നമ്മളെ കൃഷിയാട്ടോ. നിറയെ പച്ചക്കറി ഉണ്ട് അവിടെ. പക്ഷെ ഈ കൃഷിയുടെ സമയം കഴിഞ്ഞു, ഇപ്പം എല്ലാവരും വിളവെടുക്കാനൊക്കെ തുടങ്ങി. ഇതൊക്കെ ഫുള്ള് കൃഷികളാണ് അവിടെ. വെള്ളരിക്ക, വെണ്ടയ്ക്ക, പയർ, അങ്ങനെ കുറേ കൃഷികളൊക്കെയാണ്. പക്ഷെ ഇപ്പം വിളവെടുക്കാൻ വേണ്ടി തുടങ്ങി, അപ്പോൾ കഴിഞ്ഞു കൃഷിയൊക്കെ. ഇത് ഇത് കൃഷിയുടെ ഭാഗമായിട്ടല്ലേ, ഇതല്ലാതെ അച്ഛനങ്ങടെ വയ്യപ്പുറത്ത് കോവയ്ക്ക നട്ടതാട്ടോ. അപ്പോൾ ഇതാ അവിടെ കോവയ്ക്കുണ്ട്, പക്ഷെ എനിക്ക് എത്തുന്നില്ല പറിക്കാൻ വേണ്ടിതാ. കണ്ടോ കോവയ്ക്ക എടുക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അങ്ങോട്ടേക്ക് എത്തുന്നില്ല പറിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ മിണ്ടാതെ പറിക്കാത്ത. ഉണ്ണിട്ട് ഈടെ കോവയ്ക്ക ഉണ്ടോ 3 എണ്ണം? എന്താ ഈടെ 3 ആളുണ്ട്. അമ്മേ എൻ്റെ മുടി കുടുങ്ങി ഗൈസ്, എൻ്റെ മുടി ഇതിനകത്ത് കുടുങ്ങി ഗൈസ്. ഇത് വെച്ചുകൊണ്ട് നിക്കറാണ്, മൂത്രം വെച്ചു അവൻ. അപ്പോൾ അത് ഒരു ഉണ്ടെന്ന് എൻ്റെ തോളത്തിട്ട് തന്നിരിക്കണം. അപ്പോൾ ഇത് കണ്ടില്ല, ഇവിടെ എന്തോരം, ഇവിടെ നിറയെ മരങ്ങളാണ് ചുറ്റോട് ചുറ്റും കണ്ട. പക്ഷേ നമ്മുടെ എറണാകുളത്താണ് അധികം ചൂടെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ ഒരിക്കലല്ല. എറണാകുളത്ത് ചൂടേ ഇല്ല കേട്ടോ ശരിക്കും. അച്ഛനും മോനും കൂടെ അഭ്യാസം കാണിക്കുന്നുണ്ട് ഇവിടെ. ഇതാ അവിടുത്തെ പറക്കി വീടുണ്ടാ. എന്നാൽ നിച്ചുണ്ടെങ്കിൽ തരല്ലോ. നിച്ചുണ്ട് എന്തിനൊക്കെ തെറിയിരിക്കണേ, അത് വരില്ല. അങ്ങനെ പണിയെടുക്കുമ്പോൾ ചക്ക നമ്മുടെ താരത്തും വരില്ല, അച്ഛൻ്റെ കൂടെ മാത്രമേ പോവും. താ മുഖം പിടിച്ചാൽ നോക്കി, ഞാൻ എടുത്തോണ്ട് പോകാൻ പറഞ്ഞിട്ട് മുഖം പിടിച്ചിരിക്കണേ. പക്ഷെ ഇത്രയൊക്കെ മരം ഉണ്ടായിട്ടും ഈടെയൊക്കെ എന്തൊരു ചൂടാന്നറിയാമോ. കണ്ടു ഇത്രയും മരങ്ങളുണ്ട്. അത് നമ്മുടെ ഈശ്വരനാട്ടോ പോണത്, തെങ്ങ് കയറാൻ പോകുന്ന ആൾ. അപ്പോൾ ആ ഏട്ടനോട് മിണ്ടിക്കൊണ്ടുണ്ടായി. ഇതാ കണ്ടത്തിൽ കൂടെ ഒരാൾ നടന്നു തന്നെണ്ട, അമ്മയാണ്. എനിക്ക് തുലാഭാരമുണ്ട്, അപ്പോൾ ഈ മറ്റേ കവുങ്ങിൻ്റെ ഇത് കുരുത്തോലാണ്. അപ്പോൾ അത് എന്തോ പൂക്കൊലാണ്. അപ്പോൾ അവിടെ എന്തോ വളപ്പിൽ കവുങ്ങ് മറിഞ്ഞു പറഞ്ഞിട്ട് അമ്മ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. കൈ വീശി വരുന്നുണ്ട് ഗൈസ്. ഇത്രയൊക്കെ മരം ഉണ്ടായിട്ട് ഒരു കാറ്റും ഇല്ല, ഭയങ്കര ചൂടുമാണ് ഇവിടെ കേട്ടോ. നമ്മുടെ എറണാകുളത്ത് പിന്നെ അത്രയും കുഴപ്പമില്ല. ഉണ്ണേട്ടൻ കയറി അവിടെ വരെ കയറി. കുറച്ച് വെയിൽ കുറഞ്ഞിട്ട് ഞാൻ കണ്ടെത്തി പോയി കാണിച്ചു തരാം കേട്ടാ എങ്ങനെയായി കണ്ടെന്ന്. അവിയലിന് പോയി ഇവിടുന്ന് കൊടുക്കുന്നു നമ്മള്. ആണോ? അപ്പം ഇതാ കോവയ്ക്കൊക്കെ പറിച്ചിട്ട് പോണേണ്. എപ്പോഴും മാവിൽ നിറയെ മാങ്ങ ഉണ്ടാവില്ല, ഈ പ്രാവശ്യം ആകെ കുറച്ചേ ഉള്ളൂ, കാണുന്നില്ല. അപ്പം ഇത്ര കിട്ടിയ ചിഹ്നം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി പറിക്കാത്തിനി, ഇപ്പം നാളെ പറിക്കാമെന്ന് വെച്ചതാ. മുന്നോട്ട് പിന്നെയും പറിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര മതി, ഇതന്നെ അധികം. അപ്പോൾ ഈ ബാക്കി നാളെ പറിച്ച് ഉപ്പേരിയാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇനി ഇത് മുറിക്കണം, കറി വെക്കണം, അതിൽ അമ്പലത്തിൽ പോകാനുണ്ട്. അപ്പോൾ ഇനി കുറച്ച് വെയിലൊക്കെ കുറഞ്ഞിട്ട് കണ്ടെത്തി പോയിട്ട് വീഡിയോ എടുക്കാം ഗൈസ്. ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ ഇതാ വറുത്തക്ക ജ്യൂസാക്കി കേട്ടോ. അച്ഛനമ്മക്കും ഇതാ ഇവിടെ അച്ഛനും മോനോട് കുടിച്ചോണ്ടിരിക്കും. അതാ ചവിട്ടി അടിച്ചു വരിക എടുത്തോണ്ടിരിക്കണം. ഈ ചേച്ചി അത് തമ്പാച്ചിയാണ് ഗൈസ്. ഞങ്ങളിപ്പോൾ ഇതാ അമ്പലത്തിലേക്ക്, അമ്പലത്തിൽ നമ്മൾ കലവറ നിറയ്ക്കൽ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഉണ്ടാവലുണ്ട്, പക്ഷേ ഇപ്രാവശ്യം ഇല്ല. അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ വാതിക്കൽ ഇതുപോലെ കൊടുക്കാനുള്ള പച്ചക്കറി, തേങ്ങ, അങ്ങനെ സംഭവങ്ങളൊക്കെ വീടിൻ്റെ വാതിക്കൽ വെക്കും. അപ്പോൾ അവർ ഈ കലവറ നിറയ്ക്കൽ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതെടുത്തിട്ട് പോലാണ് പതിവ്. പക്ഷേ ഈ പ്രാവശ്യം ഇല്ല, ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടു കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ അതിനകത്ത് തേങ്ങയും മത്തങ്ങയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ ഈ വയറ് പോയിക്കണതില്ലേ,
നമ്മളുടെ വീട്ടിൻ്റെ അങ്ങോട്ടേക്ക് അമ്പലത്തിൻ്റെ കോളാമ്പി വെക്കുമല്ലോ ആ സംഭവമാണ്. ഞങ്ങൾ ക്ഷീണിച്ചു ഗൈസ്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ അമ്പലത്തിലേക്ക്. അവിടെ നമ്മളെ തറവാട് വീടാണ്. അവിടെ ഒരാളിരിക്കുന്നുണ്ടോ, അത് ഞാൻ മൂത്തമ്മ കേട്ടോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നാളെ കുളുത്ത് കൊടുത്താന്ന് പറയും. അപ്പോൾ അതിന് ആ റോസാണ് പന്തലിട്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഇവിടെ അമ്പലത്തിലേക്ക് പോണവർ കുളുത്ത് കുടിച്ചിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള പന്തലും കാര്യങ്ങളൊക്കെയാണ്. ഗൈസ് ഇവിടെ ഫുള്ള് നനച്ചിട്ടിരിക്കുക. മണ്ണ് വരാതിരിക്കാനായിരിക്കുമല്ലോ നനച്ചിട്ടത്. അങ്ങ് അവിടെ കാണുന്നത് പുഴയാട്ടോ. അതാ അമ്പലത്തിൻ്റെ അവിടെ വരുമ്പോൾ കാണിച്ചു തരാം പുഴ. ഒരാളെ ഞാൻ എടുത്തത്, ഞാൻ നടക്കാനാ പറഞ്ഞ ചെരുപ്പിട്ട് കൊടുത്തിന്. ആ ചെരുപ്പൊക്കെ ഊരി എറിഞ്ഞിട്ട് അണ്ട് ഇവിടെ എത്തിയിട്ട് നടക്കുന്നത്. അച്ഛൻ്റെ കൂടെ കൈയും പിടിച്ച് പോവുകയാണ് മോൻ അമ്പലത്തിലേക്ക്. സുന്ദരി എന്തിനാ നോക്കിയേ? അമ്മക്ക് ഹായ് കൊടുക്ക്, ഹായ് കൊടുക്ക്, ഹായ് അമ്മയുടെ അമ്മ. അപ്പോൾ ഉണ്ണേണ്ണ കയ്യിലുണ്ടായത് ഉണ്ണേണ്ണ അമ്പലത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ നിച്ചോട്ടിനാണെങ്കിൽ ഒരേ വാശി നടക്കാൻ വേണ്ടിയിട്ട് എന്നെ എടുക്കാനൊന്നും വിടുന്നില്ല. അപ്പോൾ ഉണ്ണേണ്ണ എടുത്തുകൊണ്ട് പോയി അവനെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പുഴ. അപ്പോൾ ഇതാണ് പുഴ. പക്ഷെ നമ്മുടെ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ കൂടെ തന്നെ വരുന്ന പുഴ. അപ്പോൾ അത് നമ്മുടെ അമ്പലത്തിൻ്റെ തൊട്ട് വാതിക്കെ തന്നെയായി. അപ്പോൾ നാളത്തെ പൂരത്തിനുള്ള റെഡിയാക്കുന്നതാണ് ആൾക്കാർ. അപ്പോൾ ചേച്ചിമാരും അമ്മമാരും എല്ലാവരും കൂടെ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകുകയും അടിച്ച് വരെയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ പിന്നെ എവിടെ പോയാലും കൈ കെട്ടി നോക്കിക്കലാണല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അതിൽ കൂടെ നടക്കാൻ. നമ്മൾ നോക്കി എന്ത് രസമല്ലേ പുഴ കാണാൻ വേണ്ടിയിട്ട്. കാണുമ്പോൾ ഇവിടുത്തെ ചൂടനുസരിച്ച് ചാടാൻ തോന്നും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ചൂടിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ, അത് അത്രയും കഴിയുന്നില്ല, അത്രയ്ക്കും ചൂടാട്ടോ ഇവിടെയൊക്കെ. പിന്നെ ഇവിടെ വന്നപ്പോൾ ചക്കരക്കുട്ടീനെ കണ്ടു. പിന്നെ നിച്ചുണ്ടാളും നല്ല കളിയായിട്ടോ. പിന്നെ അപ്പോഴത്തേക്കും നല്ല ഇടിവെട്ടും മഴയുടെ കോള്. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അമ്പലത്തിൽ നിന്ന്. നമ്മൾ തിരിച്ചു പോയപ്പോൾ വെട്ടമൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഫുള്ള് വെട്ടമൊക്കെ ഇട്ട് സൂപ്പറാക്കിട്ടോ. റോഡാകെ അങ്ങ് എൻ്റെ വരെ വെട്ടം ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ തറവാട് വീട് കേട്ടോ. അപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്നതിനേക്ക് മുന്നേ നമ്മളെ വീട്ടിൽ കുളുത്ത് കൊടുക്കും. കുളുത്തെന്ന് വെച്ചാൽ പഴങ്കഞ്ഞി. അപ്പോൾ കുളുത്ത് കൊടുത്തിട്ട് ആൾക്കാരെല്ലാം കുളുത്ത് കുടിച്ചിട്ടാണ് നേരെ അമ്പലത്തിലേക്ക് പോവുക. അപ്പോൾ എല്ലാ പ്രാവശ്യവും മറ്റേ ഓലയും കൊണ്ടിട്ടാണ് നമ്മൾ പന്തലിടാറ്. ഈ പ്രാവശ്യം തുണിപ്പന്തലാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ വൃത്തിക്കല്ല അവരിട്ട കേട്ടോ. ഗൈസ് ഭയങ്കര കാറ്റും മഴയായി. ഉണ്ണേട്ടും കൊച്ചോടോടെ ഓടുന്നുണ്ട്. ഞാനും പുറകെ ഓടട്ടെ. ഉണ്ണേട്ടം ഓടിക്കാം. ഹലോ ഗൈസ്, നമ്മൾ അമ്പലത്തിന് എത്തിയുള്ളൂ. അപ്പോഴേക്കും നല്ല കാറ്റും മഴയും തുടങ്ങി. നല്ല കാറ്റും മഴയുണ്ട്. ക്യാമറയിൽ അങ്ങനെ ക്ലിയർ ആയിട്ട് കാണത്തുണ്ട്. തെങ്ങൊക്കെ ആടി വലിയുന്നുണ്ടോ കാറ്റത്ത്. അപ്പോൾ രാഗിയെ നമ്മൾ പറിച്ച കോവക്കെടുത്ത് കട്ട് ചെയ്യാണ്. നല്ല കാറ്റും മഴ, നല്ല ചൂട് എന്തെങ്കിലുമൊക്കെ തിന്നാൻ തോന്നുന്നു. അതാ നിച്ചുവിൻ്റെ കൈ കടിച്ചോ? ചൂട്. ഞാനത് നമ്മൾ പറിച്ച കോവക്കൊക്കെ മുറിക്കണം കേട്ടോ. വൈകുന്നേരത്തേക്ക് മെഴുക്കൊറ്റ ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി പെട്ടെന്ന്. അപ്പൊ അതൊക്കെ മുറിച്ചോണ്ടിരിക്കണം. നല്ല മഴയാണ് കേട്ടോ. അമ്മ ചാണകമൊക്കെ തളിച്ചിട്ടുണ്ട്, അതിന് മൊത്തം പോയി. അമ്മ മാത്രല്ല ഇവിടെ പൂരോത്സവമായതുകൊണ്ട് എല്ലാ വീട്ടിലും ചാണകമൊക്കെ അടിക്കും. ഇപ്പം എല്ലാം മഴയത്ത് ഒലിച്ചു പോയി. ഇതുപോലെ ഉണ്ടാകാം നീറ്റായിട്ട്. അതാ ഇപ്പോൾ ഇതുപോലെ ചളിയൊക്കെ ആയി ഇതുപോലെ. ഗൈസ് ഇത് ഇവിടെ ഒരു സ്പീക്കർ കെട്ടിയിട്ടുണ്ട് മരത്തിന്, അതിൻ്റെ വയറാണ് കാണുന്നത്. സ്പീക്കറൊക്കെ ഇപ്പോൾ കാട്ടത്ത് ആടി ഒലിഞ്ഞ് പോവും. ഗൈസ് അപ്പോൾ എൻ്റെ മോൻ ഇപ്പോഴേ തേങ്ങ ചിരവാൻ പഠിക്കണം കേട്ടോ. നിച്ചിട്ട് നോക്കിയേ, നല്ല കാറ്റ് മഴ കറണ്ട് പോയി വന്ന് കളിക്കണാണ് ഗൈസ്. അപ്പോൾ എൻ്റെ മോൻ ഇപ്പോഴേ തേങ്ങയൊക്കെ ചിരവണയാണ്. തെളിവുണ്ട് കേട്ടോ. 1 വയസ്സിൽ എൻ്റെ മോൻ തേങ്ങ ചിരവി. പിന്നെ
നമ്മുടെ കോവക്ക, നമ്മൾ നേരത്തെ പറിച്ച കോവക്ക കറിയാക്കാൻ വേണ്ടി, കറി മെഴുക്കുവരട്ടിയാക്കാൻ വേണ്ടി വെച്ചു. കണ്ടത്തിലേക്ക് പോകണം നമ്മൾ വിചാരിച്ചാണ്, പക്ഷെ ആയില്ല. മഴയും കാറ്റൊക്കെ ആയിരുന്നു, കണ്ടത്തിലെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം നാളെ എന്തായാലും നമുക്ക് അതെടുക്കാം കേട്ടോ. ഞാൻ കണ്ടത്തിലിപ്പോൾ എല്ലാം പോയിട്ടോ, കാറ്റൊക്കെ വീണിട്ട് ഫുള്ളെല്ലാം മറിഞ്ഞു പോയി. കണ്ടത്തിൽ കാറ്റൊക്കെ വീണിട്ട് എല്ലാം അപ്പൊ എന്താക്കും കരിക്കുന്നു. തപ്പേക്ക് പൈസ കൊടുത്താൽ മതി. അപ്പോൾ കാറ്റത്ത് ഫുള്ള് പന്തലൊക്കെ വീണ് പോയി. നാളെ എന്തായാലും പറ്റിയ കണ്ടത്തിലേക്ക് പോവാം. ഇന്നിപ്പോൾ മഴയും കാറ്റും ഭയങ്കര ഇടിവെട്ടൊക്കെ ആയിരുന്നു, അതുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ അടുക്കള പരിപാടിയിലൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.